ബംഗ്ലാദേശ് മുൻ പ്രധാനമന്ത്രി ബീഗം ഖാലിദ സിയ അന്തരിച്ചു. അസുഖബാധിതയായി ധാക്കയിലെ അപ്പോളോ ആശുപത്രിയിൽ ചികിത്സയിലായിരുന്നു. ഇന്ന് പുലർച്ചെ 6 മണിക്കാണ് അന്ത്യം സംഭവിച്ചത്. ബംഗ്ലാദേശിന്റെ ആദ്യ വനിതാ പ്രധാനമന്ത്രിയും ബംഗ്ലാദേശ് നാഷണലിസ്റ്റ് പാർട്ടി ചെയർപേഴ്സണുമായിരുന്നു. ഈ വാർത്തയോടെ നൂൺ റൗണ്ടപ്പ് പൂർണ്ണമാകും. ഇനി പ്രാദേശിക വാർത്തകളുമായി അഷിത. ബംഗ്ലാദേശിലെ ആദ്യ വനിതാ പ്രധാനമന്ത്രിയാണ് ബീഗം ഖാലിദ സിയ. 1991 ദേശീയ തെരഞ്ഞെടുപ്പിൽ ആദ്യമായി വനിതാ പ്രധാനമന്ത്രിയായ ഖാലിദ 3 വട്ടമാണ് ബംഗ്ലാദേശിന്റെ പ്രധാനമന്ത്രിയായത്. മുൻ ബംഗ്ലാദേശ് പ്രധാനമന്ത്രി സിയാവുർ റഹ്മാന്റെ ഭാര്യയായ ഖാലിദ ഭർത്താവിന്റെ മരണത്തെ തുടർന്ന് പ്രതിസന്ധിയിലായ BNPയുടെ നേതൃത്വം ഏറ്റെടുത്തു. പിന്നീട് ഖാലിദയാണ് BNPയെ നയിച്ചത്. BNPയിൽ സജീവമാവുകയും പാർട്ടിയുടെ വൈസ് പ്രസിഡന്റാവുകയും ചെയ്ത ഖാലിദ 1984 പാർട്ടിയുടെ അധ്യക്ഷ പദവിയിലെത്തി. ബംഗ്ലാദേശിലെ പട്ടാള ഭരണത്തിനെതിരെ ജനകീയ പ്രക്ഷോഭങ്ങൾക്ക് ഖാലിദ നേതൃത്വം നൽകി. ഖാലിദ സിയയുടെ നേതൃത്വത്തിലാണ് BNP 1983 7 പാർട്ടികളുമായി സഖ്യമുണ്ടാക്കി ഇർഷാദ് ഭരണകൂടത്തിനെതിരെ പോരാട്ടം നയിച്ചത്. 1991 നടന്ന തെരഞ്ഞെടുപ്പിൽ BNP 140 സീറ്റുകളിൽ വിജയിച്ചു. ഇതിനു പിന്നാലെ 1991 മാർച്ച് 20 ബംഗ്ലാദേശിന്റെ ആദ്യ വനിതാ പ്രധാനമന്ത്രിയായി സിയ അധികാരമേറ്റു. തുടർന്ന് 1996 99 ഖാലിദ സിയ ബംഗ്ലാദേശിന്റെ പ്രധാനമന്ത്രിയായി. 2018 അഴിമതി കേസിൽ ഖാലിദ സിയ തടവിലാക്കപ്പെട്ടു. എന്നാൽ ആരോഗ്യപരമായ കാരണം ചൂണ്ടിക്കാട്ടി ശിക്ഷ മരവിപ്പിച്ചു. ഷെയ്ഖ് ഹസീന സർക്കാർ രാജിവെച്ചതോടെ 2024 ഓഗസ്റ്റിലാണ് ഖാലിദ സിയ ജയിൽ മോചിതയായത്. തുടർന്ന് 2025 എല്ലാ അഴിമതി കേസിൽ നിന്നും ഖാലിദയെ ബംഗ്ലാദേശ് സുപ്രീം കോടതി കുറ്റവിമുക്തയാക്കി. BNPയുടെ പിൻഗാമിയാകാൻ മകൻ താരിഖ് റഹ്മാൻ 17 വർഷത്തിനു ശേഷം ബംഗ്ലാദേശിലേക്ക് മടങ്ങിയെത്തിയതിന് പിന്നാലെയാണ് ഖാലിദ സിയയുടെ മരണം സംഭവിച്ചിരിക്കുന്നത്. 2008 ഖാലിദ സിയയുടെ ഭരണമില്ലാതായതോടെ പല കേസുകളിലും പ്രതിയായി രാജ്യത്ത് നിൽക്കാൻ പറ്റാത്ത സാഹചര്യത്തിലാണ് താരിഖ് റഹ്മാൻ രാജ്യം വിട്ടുപോയത്. മകനെ പാർട്ടിയുടെ പിൻഗാമിയായി പ്രഖ്യാപിക്കപ്പെട്ടതിനു ശേഷമാണ് ഖാലിദ സിയയും വിട പറയുന്നത്. ഇന്റർനാഷണൽ ഡെസ്ക്, കൈരളി ന്യൂസ്.